students, welcome to my new video. This is Saritha from Sarithasvlog. Periodic transition properties എന്ന ടോപ്പിക്കിലെ അറ്റോമിക് റേഡിയസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഠിച്ചുകൊണ്ടിരുന്ന പീരിയോഡിക് ട്രാൻസിഷൻ പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും. എല്ലാവരും അത് മനസ്സിലാക്കിയില്ലേ? ഇന്ന് അറ്റോമിക് റേഡിയസിനെ കുറിച്ച് അല്ലെങ്കിൽ അറ്റോമിക് സൈസിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? സ്കൂൾ തലത്തില് അറ്റോമിക് റേഡിയസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്തായിരുന്നാലും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. അതായത് അറ്റോമിക് റേഡിയസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഇതൊരു ഷെൽ ഡയഗ്രാം ആണ് ഒരു ആറ്റത്തിന്റെ. 2 ഷെൽസ് ഉണ്ട്, കെ ഷെൽ ഉണ്ട്, എൽ ഷെൽ ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ നടുവിൽ കാണിച്ചിട്ടുള്ളത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് നടന്നു അല്ലെ? ഈ കാണിക്കുന്ന അത്ര ഈസിനെസ് ഇല്ല ഒരു ആറ്റത്തിന്റെ എക്സാക്ട് റേഡിയസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ് ഈ ഡിഫിക്കൽട്ടി വരുന്നത് ഒരു ആറ്റത്തിന്റെ എക്സാക്ട് റേഡിയസ് കണ്ടുപിടിക്കുന്നതിൽ നിന്ന്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഐസൊലേറ്റ് എൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ആറ്റം എന്ന് പറയുന്നത് അത് ഇന്ററാക്ട് ചെയ്ത് മറ്റുള്ള ആറ്റംസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ ഇന്ററാക്ഷൻ വരുന്നതിൽ നിന്ന് ഒരു ആറ്റത്തിനെ ഐസൊലേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എൻ ആറ്റം ടു ഹാവ് എ ബൗണ്ടറി. നമ്മളിപ്പോ ഇതിലൊരു ബൗണ്ടറി, ഒരു ഷെല്ല് വരച്ചൊരു ബൗണ്ടറി കാണിക്കുകയുണ്ടായി അല്ലേ? എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബൗണ്ടറി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം എന്താണെന്നറിയാമോ? വേവ് മെക്കാനിക്കൽ ആറ്റം മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റം മോഡൽ ഉണ്ട് കേട്ടോ. അത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ മോഡൽ അനുസരിച്ച് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഒന്നും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇവിടെ കണ്ടോ, ഈ ന്യൂക്ലിയസ്, ഈ ഡാർക്ക് സ്പോട്ട് കാണിച്ചിട്ടുള്ളത് ന്യൂക്ലിയസ് ആണ്. ഇതിന് ചുറ്റും കുറച്ച് ഡോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിനെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. പിന്നെതാ സെക്കൻഡ് ഷെല്ല് വരുമ്പോൾ ഇലക്ട്രോണിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. എന്നാൽ ഞാൻ ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഇലക്ട്രോണിനെ ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു ബൗണ്ടറി കൊടുക്കാനായിട്ട് സാധ്യമല്ല. കാരണം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ കെൻ നെവർ ബി 0 എന്നാണ് പറയുന്നത്. പക്ഷെ ആർബിട്രറി നമ്മൾ ഒരു ഇമാജിനറി ലൈൻ കൊടുക്കുകയാണ്. അവിടെ ഒരു ബൗണ്ടറി നമ്മൾ കൊടുക്കുന്നതാണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ റീസൺ എന്താണെന്നറിയാമോ? The size of an atom changes from one bonding state to another. അതായത് ഒരു ആറ്റത്തിന്റെ സൈസ് ഒരു ബോണ്ടിങ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ബോണ്ടിങ് സ്റ്റേറ്റിൽ എത്തുമ്പോഴേക്കും അതിന് ചേഞ്ച് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, കോവലന്റ് ബോണ്ടിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റേഡിയസ് ആയിരിക്കില്ല ഒരു പെർട്ടിക്കുലർ ആറ്റം അയണിക് കോമ്പൗണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ബോണ്ടിങ് സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് അവരുടെ റേഡിയസിലും വ്യത്യാസങ്ങൾ സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കൺസെപ്റ്റ് ആണ്, ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ശരിക്കും ഒരു ആറ്റത്തിന്റെ ഒരു റേഡിയസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ആറ്റംസിനോട് ചുറ്റപ്പെട്ടിട്ടാണ്. മനസ്സിലായോ? അതായത് നൈബറിംഗ് ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസും കൂടി നമ്മൾ പരിഗണിക്കണം എപ്പോ ഒരു ആറ്റത്തിന്റെ റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ദിസ് അറ്റോമിക് റേഡിയസ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ 3 ഡിഫറെന്റ് ടേംസ്. അപ്പൊ പല കമ്പൈൻഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലാണ് അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കോവലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, then van der Waals radius. These are the 3 different terms in which we express this atomic radius. ഓക്കെ, അപ്പൊ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് കോവലന്റ് റേഡിയസ്? കോവലന്റ് റേഡിയസ് ആർ കോവലന്റ് എന്നാണ് എഴുതുന്നത് കേട്ടോ. എന്താണ് മക്കളേത്? ഇറ്റ് ഈസ് ഹാഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവലന്റ്ലി ബോണ്ടഡ് ആറ്റംസ്. 2 കോവലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുത്ത് അതിന്റെ ഹാഫ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോവലന്റ് റേഡിയസ്. ഇതാ നോക്കൂ,
ഇതാണ് രണ്ട് ആറ്റംസ്. ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് രണ്ടും കൂടി ബോണ്ട് ചെയ്ത് വെക്കാണ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെയാണല്ലോ ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുക. അങ്ങനെ ഒരു മ്യൂച്വൽ ഷെയറിംഗ് വഴി ബോണ്ട് ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥയിൽ ഇവരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം മെഷർ ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി ദ കോവലന്റ് റേഡിയസ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ആണ്, ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 74 പിക്കോമീറ്റർ. അതായത് ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 74 പിക്കോമീറ്റർ. പിക്കോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ആർ കോവലന്റ് അല്ലെങ്കിൽ കോവലന്റ് റേഡിയസ് എങ്ങനെയാ കാണുന്നത്? ഇതിന്റെ പകുതി എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 37 പിക്കോമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് ഡിസ്റ്റൻസ്, ഇവിടം തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കോവലന്റ് റേഡിയസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. Now coming to metallic radius. Metallic radius ആർ മെറ്റ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ നോക്കൂ. It is half the internuclear distance between the adjacent atoms in a metal lattice. അതായത് മെറ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. മെറ്റലിന്റെ ഒരു ക്ലസ്റ്റർ, ഒരു കൂട്ടം മെറ്റൽ ആറ്റംസ് ഇരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് മെറ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റൽ ലാറ്റിസിലെ അഡ്ജസന്റ് ആറ്റംസ് തമ്മിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുക, അതാണ് മെറ്റാലിക് റേഡിയസ്. അപ്പോ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെറ്റൽസിന് മാത്രമാണ്. ഇപ്പൊ മെറ്റൽസ് എന്ന് പറയുന്നത് ഇപ്പൊ സോളിഡ്സ് ആയിട്ട് ഇപ്പൊ കോപ്പർ, അയൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതില് ഒരുപാട് മെറ്റൽ ആറ്റംസ് ഉണ്ടായിരിക്കും. ഈ മെറ്റൽ ആറ്റംസ് ഒക്കെ ഇരിക്കുന്നത്, അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റലിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഓരോ മെറ്റൽ ആറ്റത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ഫിയേഴ്സ് ആയിട്ടാണ്. ഇതാണ് സ്ഫിയേഴ്സ്. ഓക്കെ, അപ്പോ ഇത് ഹൈലി ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. അടുത്തടുത്തടുത്ത് ഇങ്ങനെ വളരെ അറ്റാച്ച് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹെവിലി ക്ലോസ്ലി പാക്ഡ്. ഓക്കെ, അതിലുള്ള രണ്ട് ആറ്റത്തിനെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഈ രണ്ട് ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുന്നു, ഇതിന്റെ ഹാഫ്. അപ്പൊ ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം മക്കളെ? ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നടന്നിട്ടുണ്ട്. രണ്ട് ആറ്റംസ് ഓവർലാപ്പ് ചെയ്യാം, അതായത് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കണം. ഈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ഇവിടേക്ക് വന്നത്? ഇവിടെ ഓവർലാപ്പിംഗ് ഇല്ല, ശരിയല്ലേ? ഓവർലാപ്പിംഗ് ഇല്ലാതെ തന്നെയുള്ള ഈ ഒരു ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുക, അതിന്റെ ഹാഫ് എടുക്കുക, അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. കമ്മിങ് ടു വാൻ ഡെർ വാൾസ് റേഡിയസ്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ഹാഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോൺ ബോണ്ടഡ് ആറ്റംസ് ഓഫ് സെപ്പറേറ്റ് മോളിക്യൂൾസ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അത് സെയിം ആവാം ഡിഫറെന്റ് ആവാം, എന്തോ ആയിക്കോട്ടെ, രണ്ട് മോളിക്യൂളുകൾ, ഈ രണ്ട് മോളിക്യൂളുകളുടെ നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ്. അപ്പൊ ഏതാ ഈ നോൺ ബോണ്ടഡ് ആറ്റംസ്? ബോണ്ട് ചെയ്യാതെ നിൽക്കുന്ന ആറ്റംസ് ആണ് നോൺ ബോണ്ടഡ് ആറ്റംസ്. അതായത് ഈ രണ്ടെണ്ണം ഒരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ലല്ലോ, ഇതുപോലെ ഒന്നുമല്ലല്ലോ കാണിച്ചിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ മോളിക്യൂളിനെ കാണിച്ചിട്ടുള്ളതാണ്. ഇത് എന്നാൽ ഇതാണ് നോൺ ബോണ്ടഡ് ആറ്റംസ്. അപ്പൊ ഇവരുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇതിന്റെ പകുതി. ഓക്കെ, ദാറ്റ് ഈസ് ദ വാൻ ഡെർ വാൾസ് റേഡിയസ്. അപ്പൊ വാൻ ഡെർ വാൾസ് റേഡിയസ്, ഇപ്പൊ ഞാനിവിടെ അയഡിൻ ആറ്റത്തിന്റെ ഒരു വാൻ ഡെർ വാൾസ് റേഡിയസ് കൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 215 പിക്കോമീറ്റർ ആണ്. ജസ്റ്റ് അതിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 430 പിക്കോമീറ്റർ. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാൻ ഡെർ വാൾസ് റേഡിയസ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ 3 റേഡിയസിലൂടെ എത്തേണ്ടത്. എന്താണ്? ഈ 3 റേഡിയസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റേഡിയസ് ഇതില് ഏതിനാണ്? ഇതാണോ ഇതാണോ ഇതാണോ? കോവലന്റ് റേഡിയസ് ആണോ, മെറ്റാലിക് റേഡിയസ് ആണോ, വാൻ ഡെർ വാൾസ് റേഡിയസ് ആണോ ഏറ്റവും വലുത്? ഏതാ? സംശയം പറയാം, വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് ഏറ്റവും വലുത്. അതിന് ശേഷമാണ് മെറ്റാലിക് റേഡിയസ് വരുന്നത്.
ഏറ്റവും ചെറിയ റേഡിയസ് വരുന്നത് കോവലന്റ് റേഡിയസിനാണ്. അപ്പൊ ഞാനിവിടെ ഓർഡർ ചെയ്തത് കണ്ടോ, covalent radius is less than metallic radius. It is again less than van der Waals radius. വേറെ തിരിച്ചു പറയുകയാണെങ്കിൽ van der Waals radius is greater than metallic radius, which is again greater than covalent radius. അങ്ങനെയും പറയാം. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ. So next is the variation of atomic radius in the periodic table. അപ്പൊ atomic radius നമ്മൾ എന്താണെന്ന് കണ്ടു. അതോടൊപ്പം തന്നെ what are the different terms for expressing this atomic radius എന്നുള്ളതും മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് atomic radius ഒരു പീരിയോഡിക് ടേബിളിൽ വാരി ചെയ്യുന്നത്, അതും across a period and down the group. അപ്പൊ ആദ്യം across a period നമുക്ക് നോക്കാം അല്ലെ. അറ്റോമിക് സൈസ് അല്ലെങ്കിൽ റേഡിയസ്, അറ്റോമിക് സൈസ് എന്ന് പറയാം അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്ന് പറയാം. that actually decreases with increase in nuclear charge. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കുറയുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്. അറ്റോമിക് സൈസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. എന്തുകൊണ്ടാണ് ഒരു പീരീഡിലൂടെ പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കുറയുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ദ ന്യൂക്ലിയസ്. These electrons are added into the same valence shell. Across a period, all the added electrons are into the same valence shell. And as a result, what happens? The electrons are more attracted towards the nucleus. And this causes a shrinkage in the size of this atom. മനസ്സിലായോ? അത് ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുമ്പോൾ ആ ഒരു ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. എലമെന്റ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഈ ഒരു ട്രെൻഡ് നോക്കൂ. അറ്റോമിക് റേഡിയസ് ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. എന്നാൽ നിയോൺ എത്തുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങട് കൂടി. അതിന് കാരണമുണ്ട്. നിയോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് എലമെന്റ് ആണ്. ഈ നോബിൾ ഗ്യാസ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു മോണോ ആറ്റം ആണ് അല്ലെ. ഈ ഒരു നോബിൾ ഗ്യാസ് ഒരാളായിട്ടും അത് കമ്പൈൻ ചെയ്യില്ല. അതായത് നിയോൺ മോളിക്യൂള് അല്ലെങ്കിൽ ഹീലിയം മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണില്ല. അപ്പോ ഇങ്ങനെ മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് റേഡിയസ് കുറയുന്നത്. എന്നാൽ നോൺ ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലോ, രണ്ട് ആറ്റംസ് നോൺ ബോണ്ടഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ്. ഇത്തരത്തിലുള്ള വാൻ ഡെർ വാൾസ് റേഡിയസ് വരുമ്പോൾ അവരുടെ റേഡിയസ് വളരെ കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ നിയോണിന്റെ റേഡിയസ് കൂടുതലാവുന്നത്. ബിക്കോസ് നോബിൾ ഗ്യാസസ് വാൻ ഡെർ വാൾസ് റേഡിയസ് ഇസ് മെഷേർഡ്. വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. കോവലന്റ് റേഡിയസോ മെറ്റാലിക് റേഡിയസോ ഒന്നുമല്ല. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ റീസൺ. മനസ്സിലാക്കണം. നോബിൾ ഗ്യാസസിന്റെ അറ്റോമിക് റേഡിയസ് മറ്റുള്ള എലമെന്റ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോ എന്തുകൊണ്ടാണ് എന്നുള്ളതിനുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ ഇതാണ്. നോബിൾ ഗ്യാസുകൾക്ക് വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളില് ഹാലജൻസിനാണ് അറ്റോമിക് സൈസ് വളരെ കുറവ്. ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കൂ. അറ്റോമിക് റേഡിയസ് ഓർ അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അപ്പൊ താഴേക്ക് വരുന്തോറും ഡൗൺ ദ ഗ്രൂപ്പ് or moving from top to bottom, what happens to the atomic size? Actually, it increases. Increase ചെയ്യുന്നു. കാരണം എന്താ? Because on moving down the group, newer and newer shells are produced, are formed. അപ്പൊ പുതിയ ഷെൽസ് വരുന്നത് കൊണ്ട് തന്നെ the distance between the outermost shell and the nucleus increases. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ what happens? ആ ഡിസ്റ്റൻസ് കൂടിയില്ലേ? അപ്പൊ സൈസ് കൂടില്ലേ ഓട്ടോമാറ്റിക്കലി? That is the main reason. അപ്പൊ മനസ്സിലാക്കിയല്ലോ. അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അപ്പൊ ഞാനിവിടെ ആൽക്കലി മെറ്റൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ റേഡിയസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഇത് തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാമിനൊക്കെ മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയുള്ള ഗ്രാഫുകളിലൂടെ ആയിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ വരിക. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് അറ്റോമിക് റേഡിയസ് ആണ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ പിക്കോമീറ്റർ ആൻഡ് ദിസ് ഇസ് അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് ഇസ് ഓൾസോ ഇൻക്രീസിങ്.
മനസ്സിലായോ? അപ്പൊ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആണ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അയോണിക് റേഡിയസിനെ കുറിച്ചാണ്. അയോണിന്റെ റേഡിയസ് ബേസിക്കലി 2 ടൈപ്പ് അയോണുകളാണ് ഉള്ളത് കേട്ടോ. ഒന്ന് കാറ്റയോണും മറ്റൊന്ന് ആനയോണും. കാറ്റയോൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ് കാറ്റയോൺ. ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. എങ്ങനെയാണ് ഒരു കാറ്റയോൺ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം എൻ ആറ്റം. ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺ കിട്ടുന്നത്, അതായത് ഒരു കാറ്റയോൺ കിട്ടുന്നത്. അതുപോലെ തന്നെ ആനയോൺ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ബൈ എൻ ആറ്റം. ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോ, വേടിക്കുമ്പോൾ, അപ്പോഴാണ് അതൊരു ആനയോൺ ആയിട്ട് മാറുന്നത്. ആനയോൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺ ആണ്. നോക്കൂ, ഇതൊരു എലമെന്റ് ആണ് എം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മെറ്റൽ ആയിട്ട് എടുക്കാം. അതിൽ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതാണ് മൈനസ് ഇലക്ട്രോൺ എന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് M+ എന്ന് പറഞ്ഞിട്ട് കിട്ടും. കണ്ടോ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് വന്നിരിക്കണേ. ഇനി രണ്ടാമത് എന്താണ്? X+ ഇലക്ട്രോൺ ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ആണ്. ആ എലിമെന്റ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു നോൺ മെറ്റൽ ആകാം. നോൺ മെറ്റലിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അതൊരു ആനയോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ടേൺസ് ടു ഫ്ലൂറൈഡ് അയോൺ, F- അയോൺ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇവിടെ റേഡിയസിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. And it is found that the anionic size is always greater than the parent atom. നമ്മൾ ഏത് ആറ്റം ആണോ എടുത്തത് ആ ഒരു ആറ്റത്തിനേക്കാളും വലുതായിരിക്കും ആ ആറ്റത്തിന്റെ ആനിയോൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാറ്റിയോണിക് സൈസ് എന്ന് പറയുന്നത് ആ ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഇവിടെ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ. ആനിയോണിക് സൈസ് is always greater than the size of parent atom, which is again greater than the cationic size. ഇനി അയണിക് റേഡിയസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ആവർത്തിച്ചു വരുന്നതാണ്. നമ്മളിപ്പോ ഒരു കാറ്റയോൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, ഒരു ആനിയോൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കൂ. The radius of cation is smaller than that of the parent atom and the radius of anion is larger than the parent atom. Why? നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. Actually, the radius of cation is found to be smaller than that of a parent atom due to the increase in effective nuclear charge per electron. നമുക്കറിയാം, ഒരു കാറ്റയോൺ ഫോം ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ്. ഇങ്ങനെ നഷ്ടപ്പെടുന്നത് വഴി അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില സമയങ്ങളിൽ ഷെല്ലുകൾ തന്നെ നഷ്ടപ്പെട്ട് സൈസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഇൻക്രീസസ് എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്താണ് മക്കളെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ചാർജ് ഫെൽറ്റ് ബൈ ദ ബാലൻസ് ഇലക്ട്രോൺസ്. ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെടുമ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുകയും ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് അതിന്റെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവ് കൂടുകയും ചെയ്യും. ഇങ്ങനെ അട്രാക്ഷൻ കൂടുമ്പോൾ, അതായത് ന്യൂക്ലിയർ പുള്ള് കൂടുമ്പോൾ what happens to the size? Size decreases. അതുകൊണ്ടാണ് ഒരു കാറ്റയോണിന്റെ സൈസ് പാരന്റ് ആറ്റത്തിനേക്കാളും കുറയുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം അവിടെ കേട്ടോ. ഇപ്പൊ സോഡിയം എന്ന ഒരു എലമെന്റ്, ഈ സോഡിയം എന്ന എലമെന്റിൽ സോഡിയം ആറ്റം ഉണ്ടാവും. ഈ സോഡിയം ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ആണ് ഞാൻ ഷെൽ വൈസ് കോൺഫിഗറേഷൻ ആണ് എഴുതിയിട്ടുള്ളത്, അതായത് 281. കാരണം 11 അതിന്റെ അറ്റോമിക് നമ്പർ സോഡിയത്തിന്റെ. ഇനി സോഡിയത്തില് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 11. അതുകൊണ്ട് തന്നെ അതിന്റെ ന്യൂക്ലിയർ ചാർജ് +11 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ഇറ്റ് ഈസ് 11.
281 എന്ന് പറയുമ്പോൾ 11 ആണ് അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുള്ള രീതിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലൂടെ തന്നെ വ്യക്തമാണ് അതിന്റെ സൈസ് കുറഞ്ഞു എന്നുള്ളത്. കാരണം ഒരു ഷെല്ല് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്തത് അല്ലെ. ആകെ പുറത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങോട്ട് പോയി. ഇത് പോയപ്പോൾ അവിടെ ഒരു ഷെല്ല് കുറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈസ് ഡിക്രീസ് ചെയ്തു. ഇനി ഇവിടെ മറ്റൊരു കാര്യം എഴുതിയിട്ടുള്ള അതിന്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോ 280 ഉള്ളൂ. ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ 10 എണ്ണാണ്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, 11 ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് ഇവിടെ +11 ആണ്. അപ്പൊ ന്യൂക്ലിയർ ചാർജും വെൻ വി കമ്പയർ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്ലസ് ചാർജ് അല്ലേ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ന്യൂക്ലിയർ പുള്ള് കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടും തന്നെയാണ് ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ആണെന്നും പറയുന്നത്. ഇവിടെ 10 ഇലക്ട്രോണിന് 10 ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് പോയാലും അവിടെ +1 എന്ന് പറയുന്നത് റിമൈനിങ് ആയിട്ട് വരുന്നില്ലേ. അത് ആണ് അവിടെ ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തേത് നോക്കൂ. ദ റേഡിയസ് ഓഫ് ആനിയോൺ ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് പാരന്റ് ആറ്റം. അതായത് പാരന്റ് ആറ്റത്തിനേക്കാളും സൈസ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണപ്പെടുന്നു ആർക്ക്? ആനയോണുകൾക്ക്. അതെന്തുകൊണ്ടാണ്? ദിസ് ഇസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തേതിൽ ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ ആനയോന്റെ കേസ് വരുമ്പോ അവിടെ ഡിക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഞാനിവിടെ ക്ലോറിൻ ആറ്റം ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ക്ലോറിൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ആൻഡ് ഹൻസ് ഇറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 287. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ക്ലോറിൻ ആറ്റംസ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് 17. And as a result, its nuclear charge is +17. And what about the number of electrons in chlorine atom? It is also 17. When an electron is removed from this chlorine atom, it changed into a chloride ion, ഒരു anion ആയിട്ട് മാറുന്നു. ഇനി anion ആയിട്ട് മാറുമ്പോഴുള്ള ഈ അവസ്ഥ നോക്കൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ it changes to 288, stable ആയിട്ട് മാറി because it receives 1 electron. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ 17. ന്യൂക്ലിയർ ചാർജ് ഇസ് +17 ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് 18. ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണാണ് കൂടുതല് കമ്പയർഡ് ടു ന്യൂക്ലിയർ ചാർജ്. അപ്പോ ന്യൂക്ലിയർ ചാർജ് ഇവിടെ കുറയല്ലേ ചെയ്തത് when we compare to the number of electrons. ഇവിടെ +17 ആണെങ്കിൽ ഇവിടെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ ഒരു നെഗറ്റീവ് ചാർജ് ആണ് അവിടെ എക്സസ് ആയിട്ട് വരുന്നത് അല്ലേ, ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് there is a decrease in the effective nuclear charge എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ആൻസർ ആയിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേർഡ്? ഇല്ല. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടണം അതിന്റെ മീനിങ് എന്താന്നുള്ളത്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്പീഷീസ്, ദാറ്റ് ഈസ് ദ സ്പീഷീസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇതിന്റെ ഡെഫിനിഷനും അതോടൊപ്പം തന്നെ അതിനുള്ള എക്സാമ്പിൾസും. Atoms or ions that having same number of electrons but different nuclear charge are called isoelectronic species. So these are the species having the same number of electrons but they differ in their nuclear charge. Nuclear charge different ആയിട്ട് വരുന്ന atoms or ions but they have the same number of electrons. ഇങ്ങനെയൊക്കെ പഠിക്കുക. Okay, now look at some examples. N3 minus, O2 minus, F minus, Na plus, Mg+2 and Al+3. ഇതൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ കേട്ടോ.
ഈ ഐസോഇലക്ട്രോണിക് സ്പീഷീസുകൾ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു അവർക്ക് ഒരേപോലെയുള്ള ഇലക്ട്രോണിന്റെ എണ്ണവും വേണം, ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജും വേണം. നമുക്ക് നോക്കാം ഇതൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ന്യൂക്ലിയർ ചാർജ് ഇൻ ദ കേസ് ഓഫ് nitride ion N3 minus, the number of protons is 7 because for nitrogen there are only 7 protons, so the nuclear charge will be plus 7. And for O2 minus the nuclear charge is plus 8, for F minus it is plus 9, for Na plus is plus 11, Mg plus 2 is plus 12, and for Al plus 3 it is plus 13. The number of electrons, ഞാൻ ഇവിടെ 7 പ്ലസ് 3 is equal to 10 എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത് മക്കളെ? Because in the case of nitrogen atom there are only 7 electrons. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നൈട്രജൻ ആറ്റത്തില് 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ഈ 7 ഇലക്ട്രോൺസിന്റെ ഒപ്പമാണ് ഈ 3 മൈനസ് എന്ന് പറഞ്ഞ 3 ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ എണ്ണം നമ്മൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യണം, എന്നാലാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുക. ഇഫ് ഇറ്റ് ഇസ് എ കാറ്റയോൺ, നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോൺസിൽ നിന്ന് ആ ഒരു എണ്ണം എത്ര പോസിറ്റീവ് ചാർജ് വന്നോ ആ എണ്ണം നമ്മൾ മൈനസ് ചെയ്യണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ നൈട്രൈഡ് അയോണിന് 7 പ്ലസ് 3 is equal to 10 എന്ന് കിട്ടിയിട്ടുണ്ട്. O2 മൈനസിന് 8 പ്ലസ് 2 is equal to 10. F minus it is 9 plus 1 is equal to 10. Na plus 11 minus 1 that is equal to 10. For Mg plus 2 is 12 minus 2 that is also equal to 10. And finally for Al plus 3, what's the number of electrons? It is also 10. That means in all these species the number of electrons are same. So these are the isoelectronic species. Okay. അപ്പോൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസുകൾക്ക് എക്സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മള് സൈസ് ചോദിക്കാറുണ്ട്. ഈ ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സൈസ് ഏതിനാണ്, ഏറ്റവും കുറവ് സൈസ് ഏതിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ, എന്താണ് ഓർക്കേണ്ടത്? ഇത് പ്രത്യേകം നോട്ട് ചെയ്യാം. Size of isoelectronic species is inversely related to the atomic number. എന്താണത് മനസ്സിലാവേണ്ടത്? അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് കുറയുന്നു. നേരെ തിരിച്ചും പറയാം കേട്ടോ. അതായത് ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് കൂടുന്നു എപ്പോൾ? അറ്റോമിക് നമ്പർ കുറയുമ്പോൾ. ഓക്കെ. ഇനി അറ്റോമിക് നമ്പറിനെ ബേസ് എല്ലാതെയും നമുക്ക് പറയാം ന്യൂക്ലിയർ ചാർജിനെ റിലേറ്റ് ചെയ്തിട്ട്. The size of isoelectronic species decreases with increase in nuclear charge. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് ഓഫ് ദ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ഡിക്രീസസ്. ഇപ്പൊ ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ അറിയാലോ, ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് 2 3 എണ്ണൊക്കെ തന്നു കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ചാർജ് നോക്കുക. ഏതിനാണ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ? ആ ഒരു ഐസോഇലക്ട്രോണിക് സ്പീഷീസിനായിരിക്കും ഏറ്റവും കുറവ് സൈസ് വരുന്നത്. വളരെ സിമ്പിൾ അല്ലേ നോക്കാനായിട്ട്, അല്ലേ? ഇനി നിങ്ങളടുത്ത് ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡറോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഇൻ ദ ബേസിസ് ഓഫ് ദിസ് സൈസ് എഴുതാനായിട്ട് പറഞ്ഞേക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദർ അയോണിക് സൈസസ്. അപ്പൊ ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ കൂടുതലിൽ നിന്ന് കുറവിലേക്ക്. ഏറ്റവും കൂടുതൽ അയോണിക് റേഡിയസ് വരുന്നത് N3 മൈനസിനാണ്. കാരണം എന്താ? ഇറ്റ് ഹാസ് ദി സ്മോളർ ന്യൂക്ലിയർ ചാർജ്. പ്ലസ് 7 ഉള്ളൂ. അപ്പോ ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോ സൈസ് കൂടും. Then O2 minus, F minus, Na plus, Mg plus 2 and finally Al plus 3. Al plus 3 has small radius. കാരണം എന്താ? അതിന്റെ ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ്, അറ്റോമിക് നമ്പർ വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സൈസ് കുറവായിരിക്കും. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ മനസ്സിലാക്കി പോക്കോളൂ. നമ്മള് ആനയോൺസിനെ മാത്രമേ തന്നിട്ടുള്ളൂ, കമ്പയർ ചെയ്യാൻ പറയാണ്. അല്ലെങ്കിൽ കാറ്റയോൺസിനെ മാത്രമേ തന്നിട്ടുള്ളൂ, കമ്പയർ ചെയ്യാൻ പറയാണ്. അത് ഇൻക്രീസിംഗ് ഓർഡറോ ഡിക്രീസിംഗ് ഓർഡറോ ഒക്കെ നമുക്ക് എഴുതാൻ വരാം. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കൂ, the anion with greater negative charge will have larger radius. നമുക്ക് തന്നിട്ടുള്ള ആനയോണുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ഏതാണോ അതിനായിരിക്കും സൈസ് കൂടുതല്. ലുക്ക്,
when we compare these three, these are the anions. F minus, O2 minus, N3 minus. Out of these three ions, which has a larger size? എന്തായിരിക്കും ഉത്തരം? ആലോചിക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കൂ. കിട്ടിയോ ഉത്തരം? എന്താ ആൻസർ? Is it F minus or N3 minus? It is N3 minus. Why? Because nitride ion, it has a lower nuclear charge. Nuclear charge കുറയുമ്പോ സൈസ് കൂടും എന്നല്ലേ പഠിപ്പിച്ചത്? അപ്പോൾ N3 minus അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം? അതുപോലെ the cation with greater positive charge will have smaller radius. So when we compare these three, which has the smaller radius? This is for aluminum ion, because aluminum ion has the greater positive charge. ഇവിടെ +1 ആണ്, ഇവിടെ +2 ആണ്, ഇവിടെ +3 ആണ്. മനസ്സിലായോ? എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് അറിയണം. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് Cl മൈനസ് S2 മൈനസ്. എക്സാമ്പിൾ ആണ് K+. Then Ca+2. These are all isoelectronic species. അപ്പൊ നമുക്ക് അറിയണം ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്. കുറച്ച് എക്സാമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മളിന്ന് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ്. കുറച്ച് സ്പീഷീസ് തന്നിട്ട് എന്തൊക്കെയാണ് അതിന്റെ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആനിയോണിക് സൈസ് കാറ്റിയോണിക് സൈസിനെ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുക പാരന്റ് ആറ്റത്തിന്റെ സൈസ് ആയിട്ട്, അതും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു നല്ല ക്വസ്റ്റ്യൻ, അതിനനുസരിച്ചിട്ടുള്ള ആൻസർ കൃത്യമായിട്ട് പഠിച്ചു വെക്കൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അങ്ങനെ നമ്മളെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.